സാമൂഹ്യ രാഷ്ട്രീയ സംഘടന പ്രവർത്തിക്കുന്ന ഈ ഒരു കൺകറം പഠിക്കുന്നതിൽ അടിമയാണില്ല. അതുപോലെ മാനസികമായി നല്ല കാഴ്ചപ്പാടുകൾക്ക് പൂർണ്ണമായി നിലനിൽക്കും. ഇത് കൂടാതെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. നമുക്കതിനെ തടുക്കുവാണ്. ഈ ആയോധന കല എന്ന് പറഞ്ഞാൽ പറയുന്നത് നമ്മളെ കേരളത്തിൽ നിന്നും കളരിയിൽ നിന്നും ഒരു അത് ചൈനയിൽ ഇതിൻ്റെ ബീച്ചിങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നിന്നാണ് ഈ ആയോധന കല 2 വർഷം കൂടുതൽ ഒളിമ്പിക് അസോസിയേഷൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ CRPF, ആസാം റൈഫിൾ, പോലീസ് കൺട്രോൾ ബോർഡ് നാഷണൽ ഗെയിംസിൽ റൂൾസ് പിന്നെ മത്സരവുമായി വന്നിട്ടുണ്ട്. പിന്നെ പല നേട്ടങ്ങളും ഇതിലുണ്ട്, പിന്നെ പല ഗുണങ്ങളും ഇതിലുണ്ട്. അതുപോലെ ഈ ഇതിൻ്റെ കേരള സ്പോർട്സ് വിഷുവിടെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. അതിനേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ വ്യക്തമായ ഒരു മുദ്ര പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. കൂടുതലൊന്നും ഈ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറയാനില്ല. ഇത് ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മലപ്പുറം വെച്ച് നടത്താൻ തീരുമാനിച്ചത് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയാനും. കാരണം വുഷു മാർഷൽ ആർട്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സാധാരണ ഒരുപാട് കുംഫു, കരാട്ടെ, ജൂഡോ, ജിu-jitsu, മാർഷൽ ആർട്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ചൈനീസ് ഒരു മോഡലാണ്. ചൈനയിൽ പിന്നെ വളരെ പ്രചാരമുണ്ട്. പിന്നെ പാർട്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഒരു അക്കാഡമി തന്നെ ഇതിൻ്റെ വികസിപ്പിച്ചെടുക്കാനുള്ള അക്കാഡമി തന്നെ ഉണ്ട് തുടങ്ങിയുണ്ടായി. അതും അതേ രീതിയിൽ തന്നെ മാനസികമായും ശാരീരികമായും ഒക്കെ ഒരു ബോഡി ബിൽഡിംഗ് അല്ലാതെ തന്നെ സ്ട്രെച്ചിങ്, ബോഡി ബിൽഡിംഗ്, മെൻ്റൽ ഫിറ്റ്നസ് എല്ലാം കൂടി സംയോജിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കലയാണ് വുഷു. അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ്. ചെറുപ്രായത്തിൽ തന്നെ അത് തുടങ്ങിയാൽ സെൽഫ് ഡിഫൻസ് ആയാലും ഒരു എനർജറ്റിക്കായി മെൻ്റലി ഫിറ്റ്നസ് ചെയ്യുന്നത് ഞാൻ മലബാറിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഈ ടൂർണമെൻറ്റ് ഔദ്യോഗികമായി ഉദ്ഘാടനത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് കായിക വകുപ്പ് ഗവൺമെൻറ് കോളേജ് മാനന്തവാടിയിലെ കായിക വകുപ്പ് മേധാവി ഈ പൗരാവലിയെ ഒരർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു വിഹിതം പലപ്പോഴും മരുന്ന് സപ്ലൈയാറോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനത്തെ രോഗം വന്നതിന് ശേഷമുള്ള
നമുക്ക് സ്വായത്തമായിട്ടുള്ള ഈ കാര്യം അദ്ദേഹം പറയാനായിട്ട് നാഷണൽ ഗെയിംസിൽ, കോമൺവെൽത്ത് ഗെയിംസിൽ അല്ലെങ്കിൽ ഒളിമ്പിക് ഗെയിംസുകളിൽ ഉൾപ്പെടുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുവാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ബഡ്ജറ്റിന്റെ, ആരോഗ്യ വകുപ്പിന്റെ ബഡ്ജറ്റിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്തതിലൂടെ ഫിറ്റ്നസ് ഡെവലപ്പ് ക്യാമ്പയിൻ ആരാധന കൂടുതൽ നേടുന്നില്ല. ഈ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ഭംഗിയായി നടത്തുവാൻ അല്ലെങ്കിൽ അടുത്ത വർഷം കേരളത്തിൽ കുറിച്ചു നിരയെ വളർത്തിയെടുക്കുവാൻ വിശ്വാസത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസകൾ നിർത്തുന്നു. അസോസിയേഷന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് KP അനിൽകുമാർ സാർ ക്ഷണിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചെയർമാനെ സാധനം ക്ഷണിക്കും. ഇവിടെ പങ്കെടുത്ത എല്ലാ കായിക താരങ്ങൾക്കും അവരെ സീനിയറായ രാമൻ, നമ്മുടെ എല്ലാം ഒറ്റ നന്ദി പറഞ്ഞു. ഡെമോൺസ്ട്രേഷൻ്റെ ഇവിടുത്തെ രണ്ട് ചെറിയ കായിക